അല്പസമയ വചന ശുശ്രൂഷയ്ക്കായിട്ട് ഒരു വേദവചനം വായിക്കുന്നു. 112 സങ്കീർത്തനത്തിൻ്റെ 4 വാക്യം. നേരുള്ളവർക്ക് ഇരുട്ടിൽ വെളിച്ചം ഉദിക്കുന്നു. അവൻ കൃപയും കരുണയും നീതിയും ഉള്ളവൻ ആകുന്നു. വിശുദ്ധ തിരുവെഴുത്തിൽ ഈ സങ്കീർത്തനം എഴുതിയ ദൈവത്തിൻ്റെ ദാസൻ മുഖാന്തരമായി ദൈവം നൽകിയിരിക്കുന്ന വേദവചനമാണ് നമ്മൾ വായിച്ചത്. നേരുള്ളവർക്ക് ഇരുട്ടിൽ വെളിച്ചം ഉദിക്കും. ദൈവസന്നിധിയിൽ നേരോട് ജീവിക്കുന്നവർക്ക്, ഈ നേര് എന്ന് പറഞ്ഞാൽ ദൈവത്തിന് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ ഭൂമിയിൽ വിവിധങ്ങളായ മനുഷ്യരുണ്ട്, വിവിധങ്ങളായ സ്വഭാവത്തിൻ്റെ ഉടമസ്ഥരാണ് അവർക്ക്. ഹൃദയത്തിൽ വക്രതയില്ലാതെ സംസാരിക്കുന്ന, ഹൃദയത്തിൽ വക്രത നിരൂപിക്കാതെ സംസാരിക്കുന്ന, ഹൃദയത്തിൽ വേറൊന്ന് പ്ലാൻ ചെയ്തിട്ട് വായിലൂടെ മറ്റൊന്ന് സംസാരിക്കുന്നു. ഇങ്ങനെയുള്ള മനുഷ്യരെയാണ് വക്രത ഹൃദയമുള്ളവർ എന്ന് പറയുന്നത്. പറയുന്നതൊന്ന്, പ്രവർത്തിക്കുന്നത് മറ്റൊന്ന്. ഇപ്രകാരമുള്ള മനുഷ്യരെ ദൈവത്തിന് ഇഷ്ടമല്ല. അത് വിശ്വാസിയായാലും അവിശ്വാസിയായാലും. വിശ്വാസി എന്ന് പേർ വിളിക്കപ്പെടുന്നവർ ദൈവത്തിൻ്റെ സ്വഭാവമുള്ളവരായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ദൈവത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഇഷ്ടമെന്ന് പറയുന്നത് നിഷ്കളങ്കതയാണ്. കർത്താവ് നിഷ്കളങ്കൻ്റെ വഴി അറിയുന്നു. ഹല്ലേലൂയ. എന്നാൽ ശത്രുവിനാണെങ്കിൽ നിഷ്കളങ്കതയില്ല. അവൻ ഒന്ന് പറയുകയും മറ്റൊന്ന് പ്രവർത്തിക്കുകയും ചെയ്യും. ഈ ഭൂമിയിൽ 2 വിധത്തിലുള്ള മനുഷ്യരാണുള്ളത്. ഒന്ന്, നിഷ്കളങ്ക സ്വഭാവമുള്ള മനുഷ്യർ, പറയുന്നത് പോലെ പ്രവർത്തിക്കുന്നു. മറ്റൊന്ന്, പറയുന്ന ഒന്ന്, പ്രവർത്തിക്കുന്ന മറ്റൊന്ന്. പ്രിയരെ, എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നിങ്ങൾ ഇതിലേതാണ്? നിങ്ങൾ പറയുന്നതൊന്ന്, പ്രവർത്തിക്കുന്ന മറ്റൊന്നാണെങ്കിൽ നിങ്ങൾ ദൈവത്തിന് കൊള്ളാവുന്നതല്ല. അതുകൊണ്ട് പ്രിയരെ, പറയുന്നത് പോലെ പ്രവർത്തിപ്പീൻ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഞാൻ കുറച്ച് എൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടി കുറച്ച് പൈസ മാറ്റി വച്ചിരിക്കുക. അപ്പോൾ ഒരാൾ വന്ന് എന്നോട് സ്ഥിരം ആയിട്ട് എന്നോട് പൈസ മേടിച്ച് തരാതിരിക്കുന്ന ഒരു വ്യക്തി, തിരിച്ചു തരാത്തൊരു വ്യക്തി വന്ന് എന്നോട് കടം ചോദിച്ചെന്നിരിക്കട്ടെ, എൻ്റെ ആവശ്യങ്ങൾ പറഞ്ഞ് എന്നോട് ചോദിച്ചെന്നിരിക്കട്ടെ. ആ വ്യക്തിയോട് കള്ളം പറഞ്ഞിട്ട് എൻ്റെ പൈസ എൻ്റെ കൈ വെക്കുന്നത് ഒരു ദൈവ പൈതലിന് ഉചിതമായ കാര്യമല്ല. ഇതെൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. ആ വ്യക്തിയോട് പറയുക, എനിക്ക് ഇന്ന ആവശ്യങ്ങളുണ്ട്, അതുകൊണ്ട് എൻ്റെ കയ്യിൽ ഇത്രയും പൈസയുണ്ട്, അല്ലെങ്കിൽ എൻ്റെ ആവശ്യത്തിനുള്ള പൈസ എൻ്റെ കയ്യിലുണ്ട്, ഇത് നിനക്ക് തരാൻ പറ്റുകയില്ല. എത്ര ശ്രമിച്ചാലും എത്ര പ്രവർത്തിച്ചാലും കൊടുക്കാതിരിക്കാൻ നമുക്ക് അധികാരമുണ്ട്. പക്ഷെ നമ്മൾ പറയുന്നത് തന്നെയായിരിക്കണം പ്രവർത്തിക്കേണ്ടത്. യേശുക്രിസ്തു പറയുന്നത് പോലെയാണ് പ്രവർത്തിക്കുന്നത്. നമ്മുടെ കർത്താവിൻ്റെ സ്വഭാവമുള്ളവരായിരിക്കണം നമ്മൾ. ഹല്ലേലൂയ. അപ്പോൾ എന്നെ കേൾക്കുന്ന സഹോദരങ്ങൾക്ക് തോന്നും, ഇങ്ങനെ നമുക്ക് ജീവിക്കാൻ പറ്റുമോ?
നിശ്ചയമായിട്ടും കർത്താവിനെ ഭക്തിയോട് സേവിക്കുന്ന ഒരു ദൈവ പൈതലിനെ ഇങ്ങനെ ജീവിക്കാൻ പറ്റുകയുള്ളൂ. ഇല്ലെങ്കിൽ യേശുവിനെ സേവിക്കാൻ പറ്റുകയില്ല. സ്തോത്രം. ഈ ഭൂമിയിൽ ഒരുപാട് മനുഷ്യരുണ്ട്. നമ്മൾ യേശുക്രിസ്തുവിൻ്റെ ആൾക്കാരാണെങ്കിൽ അവരിൽ ഒരാളായി തീരുവാൻ നമുക്ക് പറ്റുകയില്ല. കർത്താവ് പറയുന്നു, അശുദ്ധി പ്രവർത്തിക്കുന്ന ഒന്നും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. സ്തോത്രം. കർത്താവിൻ്റെ തിരുവെഴുത്തിൽ വെളിപ്പാട് പുസ്തകം 21 അധ്യായത്തിൻ്റെ 8 വാക്യത്തിൽ പറയുന്നൊരു വിഷയം, എന്നാൽ ദുർനടപ്പുകാരൻ, അശുദ്ധൻ, വിഗ്രഹാരാധി, ഭോഷ്കിൽ പ്രിയപ്പെടുന്നവരൊന്നും സ്വർഗരാജ്യത്തിൽ, പിതാവിൻ്റെ രാജ്യത്തിൽ പ്രവേശിക്കത്തില്ലെന്ന്. സ്തോത്രം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയരെ, നമുക്ക് ദൈവഹിതമല്ലാത്ത എല്ലാ പദ്ധതികളും ഒഴിഞ്ഞ്, സ്വഭാവങ്ങൾ ഒഴിഞ്ഞ് ദൈവപ്രകാരം ജീവിപ്പാൻ ദൈവകരങ്ങളിൽ നമ്മെ സമർപ്പിക്കുക. എന്നാൽ തിരുവെഴുത്ത് പറയുന്നത്, എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, അറക്കപ്പെട്ടവർ, കൊലപാതകർ, ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ എന്നിവർക്കും ഭോഷ്കിൽ പ്രിയപ്പെടുന്നവർക്കും ഗന്ധവും പൊയ്യയും കത്തുന്ന തീയിലെത്രയേ അവരുടെ അവസാനം. ഒന്നും കൂടെ വായിക്കട്ടെ. എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, അറക്കപ്പെട്ടവർ, കൊലപാതകന്മാർ, ദുർനടപ്പുകാർ, ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ എന്നിവർക്കും ഭോഷ്ക് പറയുന്ന ഏവർക്കും ഓഹരി, തീയും ഗന്ധവും കത്തുന്ന പൊയ്യത്രേ. ഇത് രണ്ടാമത്തെ മരണം. പ്രിയരെ, ഭോഷ്കിൽ പ്രിയപ്പെടുന്നവർക്ക്, ഭോഷ്ക് പറയുന്നവർക്ക്, കള്ളം പറയുന്നവർക്ക്, നിഷ്കളങ്കമായി നടക്കാൻ പറ്റാത്തവർക്ക് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ പറ്റുകയില്ല. ഒന്നാമത്തെ യോഗ്യത ഭീരു. യേശുക്രിസ്തുവിൻ്റെ നാമത്തെക്കുറിച്ചും യേശുക്രിസ്തുവിന് സ്നാനപ്പെട്ടിട്ട് ആ സത്യവചനം അല്ലെ സത്യവഴി മറച്ചു വെച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ പറ്റുകയില്ല. യേശുക്രിസ്തുവിനെ പരസ്യമായി സാക്ഷീകരിച്ച് വിശുദ്ധ ജീവിതം നയിക്കാൻ പറ്റാത്തവർക്ക്, യേശുക്രിസ്തുവിനെ സത്യവചനത്തിനു വേണ്ടി അല്ലെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ നാമമഹത്വത്തിനു വേണ്ടി ഉള്ള സത്യവചനത്തെ പ്രസംഗിക്കേണ്ടതുപോലെ പ്രസംഗിച്ച് പഠിപ്പിക്കേണ്ടതുപോലെ ജനത്തെ പഠിപ്പിക്കാൻ പണം സംബന്ധിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയോ സത്യത്തെ മറച്ചു വെക്കുന്ന ഒരു വ്യക്തിക്ക് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല. അവിശ്വാസം, വിശ്വാസി എന്ന് വിളിക്കുന്നുവെങ്കിലും അവിശ്വാസി. കർത്താവിൻ്റെ തിരുവെഴുത്തിൽ 2 കൊരിന്ത്യർ 4:4 പറയുന്നത്, ദൈവപ്രതിമയായ ക്രിസ്തുവിൻ്റെ തേജസ്സുള്ള സുവിശേഷം പ്രകാശം ചെയ്യാതിരിപ്പാൻ ഈ ലോകത്തിൻ്റെ ദൈവം അവിശ്വാസിയുടെ മനസ്സിനെ കുരുടാക്കും. വിശ്വാസി എന്ന പേരുണ്ടെങ്കിലും അവൻ അവിശ്വാസിയാണെങ്കിൽ അവൻ്റെ മനസ്സിനെ കുരുടാക്കാൻ പിശാച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ളവർക്ക് സ്വർഗരാജ്യത്തിൽ പ്രവേശിപ്പാനുള്ള സാധ്യത കുറവാണ്. അറക്കപ്പെട്ടവർ എന്ന് പറഞ്ഞാൽ പേരുകൊണ്ട് വിശ്വാസിയാകണമെങ്കിലും പ്രവൃത്തി കൊണ്ട് സാത്താൻ്റെ പ്രവൃത്തി ചെയ്യുന്നവരാണ് അറക്കപ്പെട്ടവർ. ഹല്ലേലൂയ. അങ്ങനെയുള്ളവർക്ക് സ്വർഗരാജ്യത്തിൽ കടക്കാൻ പറ്റുകയില്ല. കൊലപാതകൻ, സഹോദരനെ പകയ്ക്കുന്നവൻ കൊലപാതകൻ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു, സഹോദരനെ പകയ്ക്കുന്നവൻ ആരാ സഹോദരൻ? യേശുക്രിസ്തുവിന് സ്നാനപ്പെട്ട് വേർപെട്ട് വിശുദ്ധ ജീവൻ നയിക്കുന്നുവെന്ന് പറയുന്നവനും യേശുക്രിസ്തുവിന് സ്നാനപ്പെട്ടവനും സഹോദരനെ പകയ്ക്കുന്നവനാണെങ്കിൽ അവൻ കൊലപാതകനാണ്. ഒരു കൊലപാതകനും നിത്യജീവൻ്റെ ഉള്ളിൽ പ്രവേശിക്കില്ല എന്ന് തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നു. ദുർനടപ്പുകാരൻ നിങ്ങൾക്കറിയാമല്ലോ. ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ, ഇതെല്ലാം നിങ്ങൾക്കറിയാവുന്നതാണ്. ഞാനതിനെ വ്യാഖ്യാനിക്കാൻ പോകുന്നില്ല. എന്നാൽ ഭോഷ്ക് പറയുന്നവർ, അതാ നമ്മൾ പറഞ്ഞ വിഷയം. ഭോഷ്കിൽ പ്രിയപ്പെടുന്നവർ, ഭോഷ്ക് പറയുന്നവർക്ക് സ്വർഗരാജ്യത്തിൽ, യേശുവിൻ്റെ രാജ്യത്തിൽ പ്രവേശിപ്പാൻ കഴിയില്ല. യേശുക്രിസ്തുവിന് സ്നാനപ്പെട്ടിട്ട് കള്ളം പറയുന്ന ഒരു വ്യക്തിയായിട്ട്, ഈ കള്ളം പറയാൻ വേണ്ടി മാത്രം വാ തുറക്കുന്നൊരു വ്യക്തിയാണെങ്കിൽ, സഹോദര സഹോദരി, നിനക്ക് യേശുവിൻ്റെ രാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല. തിരുവെഴുത്ത് പറയുന്നത് ഭോഷ്ക് പറയുന്നതിൻ്റെ വാ അടഞ്ഞു പോകുമെന്ന്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയരെ, യേശുക്രിസ്തുവിന് സ്നാനപ്പെട്ടവരാരെങ്കിലും എൻ്റെ വാക്ക് കേൾക്കുന്നെങ്കിൽ, നിങ്ങൾ കള്ളം പറയുന്ന സ്വഭാവമുള്ളവരാണെങ്കിൽ ഇന്ന് പൽക്കാലം അത് ഉപേക്ഷിപ്പാൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് പ്രബോധിപ്പിക്കുന്നു. ഹല്ലേലൂയ. അഥവാ അറിയാതെ ഒരു കള്ളമല്ല പറഞ്ഞു പോയാൽ ഉടനെ ആരോടാണോ കള്ളം പറഞ്ഞ ആ വ്യക്തിയോട്
ഞാൻ പറഞ്ഞത് കള്ളമായി, എന്നോട് യേശുക്രിസ്തു ക്ഷമിക്കും എന്ന് പറഞ്ഞ് മാനസാന്തരപ്പെട്ട് ശുദ്ധീകരണം പ്രാപിച്ച് മുന്നോട്ട് പോകണം. എൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഇത് ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു. ഒരുത്തൻ പാപം ചെയ്യുന്നെങ്കിലോ നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ പിതാവിൻ്റെ സന്നിധിയിൽ നമുക്കുണ്ടെന്ന് എഴുതിയിരിക്കുന്നല്ലോ. ഈ തിരുവെഴുത്തും പ്രകാരം യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ശുദ്ധീകരണം പ്രാപിച്ച് കർത്താവായ യേശുവിൻ്റെ പേരിൽ പ്രാർത്ഥിച്ച് വിശുദ്ധ ജീവിതം നയിച്ച് മുന്നോട്ട് പോകുവാൻ ദൈവമായ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. പ്രിയരെ, കള്ളം പറയുന്നതോടൊപ്പമുള്ള ദൈവത്തിന് വിരുദ്ധമായ നേരില്ലാത്തൊരു ജീവിതമാണ് സഹോദരനെ പകയ്ക്കുന്നവൻ. ഹൃദയത്തിൽ മറ്റുള്ളവരുടെ ഭാരവും ദുഃഖവും വേദനയൊക്കെ വെച്ചുകൊണ്ട് വിശ്വാസ ജീവിതം നയിക്കാൻ പറ്റില്ല എൻ്റെ പ്രിയരെ. ഉള്ളിൽ ഹൃദയത്തിൽ മറ്റുള്ളവരോട് ഹൃദയംഗമായി ക്ഷമിക്കാൻ കഴിയാതെ, ഹൃദയംഗമായി ക്ഷമിക്കാത്ത ഒരു വ്യക്തിക്ക് യേശുക്രിസ്തുവിൻ്റെ രാജ്യത്തിൽ പ്രവേശിക്കാൻ പറ്റത്തില്ല. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെട്ട വ്യക്തിയാണ് താങ്കളെന്ന് താങ്കൾ പറയുമ്പോൾ തന്നെ ഉള്ളിൻ്റെ ഉള്ളിൽ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെട്ടവരോ അല്ലാത്തവരോ ആയ വ്യക്തികളോട് ഹൃദയംഗമായി ക്ഷമിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് താങ്കളായിരിക്കുന്നെങ്കിൽ ഈ സമയം നിങ്ങൾ മരിച്ചാൽ യാതന സ്ഥലത്തേക്കേ പോകത്തുള്ളൂ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങളെ, യേശുക്രിസ്തുവിന് നാമത്തിൽ സ്നാനപ്പെട്ടതുകൊണ്ടൊന്നും ഉടലോട് സ്വർഗത്തിൽ പോകിയല്ല. എന്നാൽ യേശുക്രിസ്തുവിന് നാമത്തിൽ സ്നാനപ്പെടാതെയും ആർക്കും സ്വർഗരാജ്യത്തിൽ പോകാൻ പറ്റുകയില്ല. 1 കൊരിന്ത്യർ 13 അധ്യായത്തിൽ പഠിപ്പിക്കുന്നു, ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെ ഭാഷ സംസാരിച്ചാൽ എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളവുമോ അത്രേ. എനിക്ക് പ്രവചനവരമുണ്ടായിട്ട് സകല മർമ്മങ്ങളും ഗ്രഹിച്ചാലും മലകളെ നീക്കുവാൻ തക്ക വിശ്വാസമുണ്ടായാലും സ്നേഹമില്ല എങ്കിൽ ഞാൻ ഏതുമില്ല. എനിക്കുള്ളതെല്ലാം അന്നദാനം ചെയ്താലും എൻ്റെ ശരീരം ചുടുവാൻ ഏൽപ്പിച്ചാലും സ്നേഹമില്ല എങ്കിൽ എനിക്ക് ഒരു പ്രയോജനമില്ല. സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്നു, ദയ കാണിക്കുകയും ചെയ്യുന്നു. സ്നേഹം എന്ന് പറയുമ്പോൾ സ്നേഹത്തിൻ്റെ സ്വഭാവമാണ് നമുക്ക് ദീർഘക്ഷമയുണ്ടാകും. ഹല്ലേലൂയ. ആകയാൽ ദൈവജനമേ, സ്നേഹമുണ്ടെന്ന് പറയുകയും എന്നാൽ സ്നേഹത്തിൻ്റെ ഫലമാകുന്ന ദീർഘക്ഷമ ഇല്ലാതിരിക്കുകയും ചെയ്യുന്നെങ്കിൽ നമുക്ക് സ്നേഹമില്ല. ഹല്ലേലൂയ. കാണുന്ന സഹോദരനെ സ്നേഹിക്കാത്ത വ്യക്തിക്ക് കാണപ്പെടാത്ത ദൈവത്തെ എങ്ങനെ സ്നേഹിക്കാൻ പറ്റും? സഹോദരനെ സ്നേഹിക്കുന്നെന്ന് പറയുകയും സഹോദരനെ ഉള്ളുകൊണ്ട് പകയ്ക്കുകയും ചെയ്യുന്നവൻ കുലപാതകനാണ്. ഒരു കുലപാതകനും നിത്യജീവൻ്റെ ഉള്ളിൽ പ്രവേശിക്കില്ല. യേശുക്രിസ്തുവിന് സ്നാനപ്പെട്ടാലും പെട്ടില്ലേലും കുലപാതകം ചെയ്യുന്നവൻ, സഹോദരനെ പകയ്ക്കുന്നവൻ, എനിക്ക് ആ സഹോദരനോട് ഭാരമില്ലെന്ന് പറയുകയും ആ സഹോദരനെ ഹൃദയംഗമായി സ്നേഹിക്കാൻ കഴിയാതിരിക്കുകയും ചെയ്യുന്ന കൊലപാതകനാണ്. ഈ ഭൂമിയിൽ ആർക്കാണ് കുറ്റങ്ങളും കുറവുകളും ഇല്ലാത്തത്? കർത്താവാകുന്ന യേശു നമ്മുടെ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും നമ്മളോട് ക്ഷമിച്ച് തന്നിട്ടല്ലേ നമ്മൾ ദൈവമക്കളായത്. അല്ലാതിരുന്നെങ്കിൽ നമ്മൾ ദൈവമക്കളാകുമോ? ഇല്ല. അങ്ങനെയെങ്കിൽ ദൈവം നമ്മളോട് ക്ഷമിച്ചതുപോലെ നമ്മൾ തമ്മിൽ ക്ഷമിക്കാൻ കടപ്പെട്ടിരിക്കുന്നു. നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷേ ദൈവം നമ്മളെ സ്നേഹിച്ച് നമ്മളെ തിരഞ്ഞെടുത്തതാണ്. ദൈവം നമ്മളെ തിരഞ്ഞെടുത്ത് നമ്മളെ സ്നേഹിച്ചെങ്കിൽ ദൈവത്തിൻ്റെ ഉദ്ദേശം നമ്മൾ ദൈവത്തെ പോലെ ആകണമെന്നാണ്. ദൈവത്തെ നമ്മൾ അന്വേഷിക്കാതിരിക്കുമ്പോൾ ദൈവം നമ്മളെ അന്വേഷിച്ചു. ദൈവത്തെ നമ്മൾ സ്നേഹിക്കാതിരിക്കുമ്പോൾ ദൈവം നമ്മളെ സ്നേഹിച്ചു. ദൈവത്തെ നമ്മൾ മറന്ന് ജീവിച്ചപ്പോൾ ദൈവം നമ്മളെ തിരഞ്ഞെടുത്ത് ദൈവം നമുക്ക് സൗജന്യമായ രക്ഷ നൽകിയെങ്കിൽ എൻ്റെ പ്രിയരെ, നമ്മൾ സ്നേഹിക്കുവാൻ, പ്രത്യേകിച്ച് സഹോദരനെ സ്നേഹിക്കുവാൻ എത്രമാത്രം കടപ്പെട്ടിരിക്കുന്നു. കർത്താവായ യേശു അന്ത്യകൽപ്പനയായിട്ട് യോഹന്നാൻ സുവിശേഷം 15 അധ്യായത്തിൽ പഠിപ്പിച്ചിരിക്കുന്നത്, നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം, അപ്പോൾ നിങ്ങൾ എൻ്റെ ശിഷ്യരാണെന്ന് ലോകം അറിയും.
നിങ്ങൾ തമ്മിൽ അടിയുണ്ടാക്കണം, ബഹളം ഉണ്ടാക്കണം, തമ്മിൽ അകന്നിരിക്കണം, അടുക്കാൻ പറ്റാത്ത ദൂരത്തിൽ അകന്ന് വാസിക്കണം. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാകുമെന്ന് കർത്താവ് പഠിപ്പിച്ചിട്ടില്ല. കർത്താവ് പഠിപ്പിക്കുന്നത് എന്താണ്? നിങ്ങൾ ദീർഘക്ഷമയുള്ളവരായിരിക്കണം. ദീർഘക്ഷമയുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ യേശുവിൻ്റെ ശിഷ്യനാകാൻ പറ്റുകയുള്ളൂ. ഒരിക്കൽ യേശുവിൻ്റെ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ ഞങ്ങൾ ആരാ വലിയവൻ എന്നുള്ള ഒരു സംസാരമുണ്ടായി, ഒരു ചിന്താവിഷയമുണ്ടായി. അവരാ വിഷയം സംസാരിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് എല്ലാവരെയും കൊണ്ട് അടുക്ക വിളിച്ചിട്ട് പറഞ്ഞു, ഒരു ശിശുവിനെ വിളിച്ചവരുടെ നടുവിൽ നിർത്തിയിട്ട് പറഞ്ഞു, നിങ്ങൾ തിരിഞ്ഞ് ഈ ശിശുവിനെ പോലെ ആയിത്തീരുന്നില്ല എങ്കിൽ, എന്ന് പറഞ്ഞാൽ മുതിർന്നവരാണ്, തിന്മ ചെയ്യുന്നതിൽ, പാപം ചെയ്യുന്നതിൽ ശിശുക്കളെ പോലെ ആകണം, ദീർഘക്ഷമയുള്ളവരാകണം. അങ്ങനെ ചെയ്യുന്നില്ല എങ്കിൽ സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കത്തില്ല. ഈ ശിശുവിനെന്ന പോലെ ദീർഘക്ഷമയും താഴ്മയും ഉള്ളവൻ സ്വർഗത്തിൽ ഏറ്റവും വലിയവനാണ്. ഹല്ലേലൂയ. അവരെ ദൈവം വിളിക്കുന്ന പേരാണ് എൻ്റെ ചെറിയവർ. കർത്താവിൻ്റെ സന്നിധിയിൽ തിന്മ ചെയ്യുന്നതിൽ ശിശുവാകുന്നവരെ ദൈവം വിളിക്കുന്ന പേരാണ് കർത്താവായ യേശുക്രിസ്തു വിളിക്കുന്ന പേരാണ്, സ്തോത്രം, ശിഷ്യൻ. ഒരു ശിഷ്യനാകണമെങ്കിൽ നമ്മൾ ദീർഘക്ഷമയുള്ളവരായിരിക്കണം. ഹല്ലേലൂയ. സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്നു. കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ ദീർഘക്ഷമയുള്ളവരായിരിക്കണം. ദയ കാണിക്കണം. സ്നേഹം സ്പന്ദിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ഹൃദയം സ്പന്ദിക്കുക എന്ന് പറഞ്ഞാൽ വിട്ട് പ്രവർത്തിക്കുന്നു. അതേപോലെ എന്തെങ്കിലും ഒന്ന് കാണുമ്പോൾ ഒരു സ്നേഹം വരും, അല്ലെങ്കിൽ നമ്മളെക്കുറിച്ച് നല്ല വാക്ക് പറയുമ്പോൾ ഒരു സ്നേഹം വരും, നമ്മളെക്കുറിച്ച് ചീത്ത പറയുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ തെറ്റ് ചൂണ്ടിക്കാണിക്കുമ്പോൾ നമ്മുടെ സ്നേഹം പോവും. ഇങ്ങനെയുള്ള സ്നേഹം സാത്താൻ്റെ സ്നേഹമാണ്, ലോകത്തിൻ്റെ സ്നേഹമാണ്. ലോകത്തിലെ രാഷ്ട്രീയക്കാരെ നിങ്ങളൊന്ന് നോക്കിക്കേ. രാഷ്ട്രീയക്കാരെ അവരെ ഉയർത്തി പറയുന്നവരെ എന്ത് ചെയ്യുന്നു? സ്നേഹിക്കുന്നു. അവരെക്കുറിച്ച് തെറ്റ് പറയുന്നവരെ, അവർ താഴ്ത്തി പറയുന്നവരെ അവർ പകയ്ക്കുന്നു. ഈ ലോകത്തിൻ്റെ മക്കൾ അങ്ങനെയാണ്. എന്നാൽ ദൈവത്തിൻ്റെ മക്കൾ തിരിച്ചാണ്. എന്ത് ചെയ്യേണ്ടത്? തങ്ങളെ ഉയർത്തി പറയുന്നവരെ വളരെ സൂക്ഷ്മതയോടുകൂടെ നിരീക്ഷിക്കുക, നമ്മളെ കുറ്റം പറയുന്നവരെ സ്നേഹിക്കുക. ഇതാർക്കേ കഴിയത്തുള്ളൂ? യേശുക്രിസ്തുവിൽ ജനിച്ചവർക്കേ കഴിയത്തുള്ളൂ. യേശുവിൻ്റെ മാതൃക നിങ്ങൾ നോക്കിക്കേ. ക്രൂശിൽ കിടക്കുമ്പോഴും അവനെ കുറ്റം പറയുന്നവരോട്, അവനെക്കുറിച്ച് സകല തിന്മയും കളവായി പറയുന്നവർ, ദൂഷിക്കുന്നവരോട് കുറിച്ച് കർത്താവ് പറയുന്നതാണ്, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് അറിയായതുകൊണ്ട് അവരോട് ക്ഷമിക്കണമേ. അതാർക്കേ പറ്റത്തുള്ളൂ? യേശുക്രിസ്തുവിനെ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ യേശുക്രിസ്തുവിൽ നിന്ന് ജനിച്ചവർക്കേ കഴിയത്തുള്ളൂ. ദൈവം ഈ ഭൂമിയിൽ വെച്ച് നമ്മളെ തിരഞ്ഞെടുത്തത് പിശാചിൻ്റെ പ്രവർത്തികളെ അഴിപ്പാനാണ്. പിശാചിൻ്റെ പ്രവൃത്തി എന്താണ്? പിശാചിനെ ഉയർത്തി പറയുന്നവർ, പിശാചിൻ്റെ മക്കളെ ഉയർത്തി പറയുന്നവരെ അവർ സ്നേഹിക്കുന്നു. പിശാചിൻ്റെ മക്കളെ തള്ളിപ്പറയുന്നവർ, പ്രവൃത്തികളെ തള്ളിപ്പറയുന്നവരെ അവരും പകയ്ക്കുന്നു. ഇതേപോലെ ആണ് ദൈവപൈതലേ, യേശുക്രിസ്തുവിന് സ്നാനപ്പെട്ട നിൻ്റെ സ്വഭാവമെങ്കിൽ നീ ഇതുവരെയും വീണ്ടും ജന്മം പ്രാപിച്ചിട്ടില്ല, നീ ദൈവപൈതലായിട്ടില്ല. നിൻ്റെ ഉള്ളിൽ ദൈവമുണ്ടോ എന്ന് സൂക്ഷിക്കേണ്ടതുണ്ട്. യേശുക്രിസ്തു നിന്നിൽ വീണ്ടും ജനിച്ചോ എന്ന് നീ നിന്നെക്കുറിച്ചൊന്ന് വിലയിരുത്തേണ്ടത് ആവശ്യമുണ്ട്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണമെങ്കിൽ നമ്മൾ പാപം സംബന്ധിച്ച് ഇരുളിൻ്റെ മക്കളായിട്ട് ജനിച്ചവരാണ്. നമ്മളിൽ പ്രകാശം വരണമെങ്കിൽ നമ്മൾ വില കൊടുത്തേ പറ്റൂ. വില കൊടുക്കാത്ത ഒരു വ്യക്തിക്ക് നാം ആകുന്ന ഇരുളിൽ നമ്മളിൽ പ്രകാശം ജനിപ്പിക്കുവാൻ, ഉളവാക്കാൻ കഴിയില്ല. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ കർത്താവ് പറയുന്നു, സമാധാനം ഉണ്ടാക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ ദൈവത്തിൻ്റെ പുത്രനെന്ന് വിളിക്കപ്പെടും. സമാധാനം ഉണ്ടാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ വില കൊടുക്കണം. സമാധാനം നമ്മൾ സൃഷ്ടിക്കണം. സമാധാനം നമ്മൾ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ സമാധാനത്തെ സൃഷ്ടിക്കണം. ഇല്ലാത്ത സമാധാനത്തെ നമ്മൾ ഉളവാക്കണം, സൃഷ്ടിക്കണം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, നമുക്ക് ലോകക്കാർക്ക് കഴിയാത്തത് കഴിയണമെങ്കിൽ നമ്മൾ വില കൊടുക്കണം. കർത്താവ് പറയുന്നു,
നീ സമ്പന്നനാകേണ്ടതിന് ഊതിക്കഴിപ്പിച്ച പൊന്നും നിൻ്റെ നാണത്തിന് ലജ്ജ മറിക്കുന്ന വെള്ള ഉടുപ്പും നിൻ്റെ കണ്ണ് പ്രകാശിക്കുന്ന ലേപവും എന്നോട് വിലയ്ക്ക് മേടിക്കുക. നമ്മൾ കർത്താവിന് വില കൊടുക്കണം എന്ന് പറഞ്ഞാൽ, നമ്മൾ വില കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ താഴ്ത്തി നമ്മൾ ദൈവത്തിൻ്റെ വചനപ്രകാരം ജീവിക്കണം, വചനം അനുസരിക്കണം. നമ്മുടെ പ്രസംഗിക്കാൻ എനിക്കും നിങ്ങൾക്കും പറ്റും പ്രിയരെ. പ്രസംഗിക്കുന്നതിനേക്കാൾ അധികം ജീവിക്കാനാണ് ആളുകളില്ലാത്തത്. പ്രസംഗിക്കാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്, പക്ഷെ ജീവിക്കാൻ ആൾക്കാരില്ല പ്രിയരെ. പ്രസംഗിക്കുന്നത് പോലെ ജീവിക്കണം. കർത്താവിൻ്റെ ദാസനെ പൗലോസ് പറയുന്നു, എൻ്റെ ജീവിതത്തിലുള്ളതാണ് ഞാൻ പ്രസംഗിക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രസംഗിച്ചിട്ട് ഞാൻ കൊള്ളരാത്തവനായി തീരാതിരിക്കേണ്ടതിന് ഞാൻ എന്ത് ചെയ്യുന്നു? എന്നെ തന്നെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുന്നു. സമാധാനം ഉണ്ടാക്കണമെങ്കിൽ ഞാൻ എന്നെ തന്നെ മരിപ്പിക്കണം. പൗലോസ് പറയുകയാണ്, ഞങ്ങൾ ദിനം പ്രതി മരിക്കുന്നു, നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞങ്ങൾ ദിനം പ്രതി മരിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, നമ്മളിൽ യേശു ക്രിസ്തു ജീവിക്കണമെങ്കിൽ നമ്മൾ നിശ്ചയമായും യേശു ക്രിസ്തുവിൽ മരിക്കണം. അങ്ങനെ മരിക്കുന്നെങ്കിൽ മാത്രമേ നമുക്ക് സമാധാനം ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ, സൃഷ്ടിക്കാൻ പറ്റുകയുള്ളൂ. ദൈവത്തിൻ്റെ ദാസന്മാർ, വചനം ശുശ്രൂഷിക്കുന്ന ദൈവത്തിൻ്റെ ദാസന്മാർ ഓരോ നിമിഷവും സൃഷ്ടിതാക്കന്മാരായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. എന്താ സൃഷ്ടിതാവ്? സൃഷ്ടിതാവെന്ന് പറയുമ്പോൾ ഇല്ലാത്തതിനെ ഉളവാക്കണം. ഇല്ലാത്തതിനെ ഉളവാക്കുന്നവനെയാണ് സൃഷ്ടികർത്താവെന്ന് പറയുന്നത്. യേശു ക്രിസ്തു നിങ്ങളിൽ അഥവാ എന്നിൽ ജനിച്ചിരിക്കുന്ന എന്തിനാണ്? സൃഷ്ടിതാവാക്കി നമ്മളെ തീർക്കുവാനാണ്. യേശുക്രിസ്തുവിലുള്ള സൃഷ്ടി നമ്മളിൽ വെളിപ്പെടണമെങ്കിൽ നമ്മൾ ദൈവസന്നിധിയിൽ സ്നേഹമുള്ളവരായിരിക്കണം. ആത്മാവിൻ്റെ ഫലമോ, ഗലാത്യ ലേഖനത്തിൽ പഠിപ്പിക്കുന്നത് ആത്മാവിൻ്റെ ഫലം ഒന്നാമത് സ്നേഹമാണ്. ഈ സ്നേഹത്തിൻ്റെ ഫലമാണ് കൊരിന്ത്യർ ലേഖനം 1 കൊരിന്ത്യർ 13 പഠിപ്പിക്കുന്നത്. സ്നേഹത്തിൻ്റെ ഫലങ്ങൾ. ആത്മാവിൻ്റെ ഫലം സ്നേഹമാണെങ്കിൽ സ്നേഹത്തിനുമുണ്ട് ഫലങ്ങൾ. ഹല്ലേലൂയ. സ്നേഹത്തിൻ്റെ ഫലം സ്പർദ്ധിക്കുന്നില്ല, നിഗളിക്കുന്നില്ല, ചീർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥത അന്വേഷിക്കുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല, ദോഷം കണക്കിടുന്നില്ല, അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു, എല്ലാം പൊറുക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, സ്നേഹം എല്ലാം സഹിക്കുന്നു. സ്നേഹമുള്ള യേശുവിൻ്റെ സ്നേഹമുള്ള ഒരു വ്യക്തി എല്ലാം സഹിക്കുന്നു, എല്ലാം സഹിക്കുന്നു. സ്നേഹം ഒരു നാൾ ഉതിർന്നു പോകില്ല. പ്രവചനപരമോ അത് നീങ്ങിപ്പോകും, ഭാഷാപരമോ നിന്നു പോകും, ജ്ഞാനമോ അത് നീങ്ങിപ്പോകും. അംശമായി മാത്രം നാം അറിയുന്നു, അംശമായി മാത്രം പ്രവചിക്കുന്നു, പൂർണ്ണമായത് വരുമ്പോൾ അംശമായി നീങ്ങിപ്പോകും. പ്രിയ സഹോദരങ്ങളെ, നമ്മളിൽ യേശു ക്രിസ്തുവിൻ്റെ ഫലമുണ്ടോ? പ്രസംഗിക്കാൻ ഇഷ്ടം പോലെ ആൾക്കാർക്ക് കഴിയും, പ്രസംഗിക്കാനൊന്നും അവർ പാടില്ല. ഞാൻ മധ്യപ്രദേശിൽ ദൈവവേല ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഡോക്ടർ, അതായത് അവിടുത്തെ ബിർള ഹോസ്പിറ്റലിലെ ഹെഡായിരിക്കുന്ന ഡോക്ടർ എന്നോട് പറയുകയാണ്, നിങ്ങളുടെ ബൈബിൾ ഞാൻ 2 മണിക്കൂർ എനിക്കൊരു വിഷയം തന്നാൽ മതി, ഞാൻ 2 മണിക്കൂർ പ്രസംഗിച്ച് കേൾപ്പിക്കും. ഞാൻ അന്നേരം കേട്ടപ്പോഴേ പറഞ്ഞു, ശരിയാ ഡോക്ടറെ, താങ്കൾക്കത് കഴിയുമെന്ന് പറഞ്ഞു. പ്രസംഗിക്കാൻ പാടില്ല സഹോദര. ദൈവവചനം വായിച്ചിട്ട് ആ വചനത്തോടുള്ള ബന്ധത്തിൽ അത് ഏത് സാഹചര്യത്തിൽ അത് എഴുതാനുള്ള സാഹചര്യം എന്താണെന്ന് പഠിച്ച് അതിൻ്റെ ചരിത്രം പഠിച്ച് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് പഠിച്ചാൽ നിശ്ചയമായും നിങ്ങൾക്ക് എത്ര മണിക്കൂർ വേണമെങ്കിലും പ്രസംഗിക്കാം. അതുകൊണ്ടൊന്നും ഒരു ഫലവുമില്ല. ആരും രക്ഷിക്കപ്പെടുകയില്ല, ആരും വിശ്വാസം സ്വീകരിക്കില്ല, യേശുക്രിസ്തുവിലേക്ക് മനം തിരിയത്തില്ല. യേശുക്രിസ്തുവിലേക്ക് മനം തിരിയണമെങ്കിൽ ദൈവത്തിന് ആവശ്യം ക്രിസ്ത്യാനിയാണ്. ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ പേരുകൊണ്ട് ക്രിസ്ത്യാനിയല്ല, ജീവിതം കൊണ്ട് ക്രിസ്ത്യാനി. യേശുക്രിസ്തുവിനെ അനുഗമിക്കുന്നവരായിത്തീരണം. ദൈവത്തിന് നമ്മളെ വേണ്ടത് അനുഗമിക്കുന്ന ക്രിസ്ത്യാനികളെയാണ്, ശിഷ്യനെയാണ് വേണ്ടത്. യേശുക്രിസ്തുവിനെ അനുഗമിക്കുന്ന ശിഷ്യനെയാണ് വേണ്ടത്. കർത്താവിന് ഗുരുക്കന്മാരെ ആരെയും വേണ്ട. കർത്താവ് പറഞ്ഞില്ല നിങ്ങൾ ഉപദേഷ്ടാക്കന്മാരാകണമെന്നോ, കർത്താവ് പറഞ്ഞിട്ട് നിങ്ങൾ പ്രവാചകന്മാരാകണമെന്നോ.
ഒന്നും കർത്താവ് നമ്മളെ പറയുന്നില്ല. നമുക്കങ്ങനെ അതിന് നമ്മൾ ഈ കർത്താവാകുന്ന ദൈവം ഈ ഭൂമിയിൽ നീ പ്രവാചകനാക് എന്ന് പറഞ്ഞുകൊണ്ട് പ്രവചിപ്പിക്കുകയോ നീ ഉപദേഷ്ടാവാകുമെന്ന് പറഞ്ഞുകൊണ്ട് തള്ളിപ്പിടിച്ച് ഉപദേഷ്ടാക്കാക്കൂ, ഇതൊന്നും കർത്താവ് ചെയ്യത്തില്ല. കർത്താവ് മുന്നറിഞ്ഞവരെ വിളിച്ചവരെ നീതീകരിച്ചവരെ രഹസ്യീകരിച്ചു. പ്രിയ സഹോദരങ്ങളെ, ആകയാൽ ദൈവത്തിൻ്റെ ഹിതപ്രകാരം ദൈവത്തെ സേവിക്കണം. ദൈവത്തിൻ്റെ ഹിതപ്രകാരം അവൻ്റെ മുമ്പിൽ താഴണം. ദൈവഹിതപ്രകാരം അവൻ്റെ മുമ്പിൽ എളിമപ്പെടണം. നമ്മൾ ദൈവത്തിൻ്റെ മക്കളെന്ന് പറയുകയും ഫലമില്ലാത്തവരാകരുത്. യേശുവിന് വേണ്ടി നമ്മുടെ ജീവിതം സമർപ്പിച്ചാൽ, ജീവിതം ഏൽപ്പിച്ചു കൊടുത്താൽ, പിന്നെ നമ്മളിൽ വാഴേണ്ടതും ജീവിക്കേണ്ടതും യേശുവാണ്. ആകയാൽ നമ്മളിൽ സമാധാനം ഇല്ലാത്തത് ഉളവാകണം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദൈവത്തിൻ്റെ ഹിതപ്രകാരമുള്ള പ്രവൃത്തി സൃഷ്ടിക്കുന്നവരാണ്. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ നമ്മുടെ ജീവിതം കൊണ്ട് വിളിച്ചു വരുത്തുന്നവരായി തീരണം. അങ്ങനെ ഘട്ടം ഘട്ടമായി നമ്മൾ കർത്താവിൽ വളരണം. ദൈവം അത് ആഗ്രഹിക്കുന്നു. യേശുക്രിസ്തു നമ്മെ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് നമ്മൾ പൂർണ്ണമായി ഇരുളായിരുന്നു. സ്തോത്രം. ഇരുളായ നമ്മളിൽ ദൈവം വെളിച്ചത്തെ സൃഷ്ടിച്ചുണ്ടാക്കിയതാണ്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ 1-ാം ദിവസത്തിൻ്റെ സൃഷ്ടിയെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ആഴത്തിൻ്റെ മേൽ ഇരുളുണ്ടായിരുന്നു. ദൈവം വെളിച്ചമുണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചു. വെളിച്ചമുണ്ടായി. അപ്പം ഈ കാഴ്ചപ്പാട് നമുക്കുണ്ടാകണം. ഏതേനിൽ ആദ്യ മനുഷ്യൻ പാപം ചെയ്തപ്പോൾ അവനിലുള്ള ദൈവത്തിൻ്റെ പുത്രൻ മരിച്ചിട്ട് പിശാചിൻ്റെ പുത്രൻ എന്ന പദവിയിലേക്ക് അവൻ കടന്നു വന്നു. ഇക്കാരണത്താൽ അവൻ ഇരുളായിപ്പോയി. വെളിച്ചം അശേഷമില്ലാതെ ഇരുളായിപ്പോയി. ആ ഇരുളായ അവസ്ഥയിൽ നിന്നാണ് അവനിൽ നിന്ന് നമ്മളെല്ലാം ജനിച്ചത്. ഇരുട്ടിൻ്റെ പുത്രന്മാരായിട്ടാണ് ഈ ഭൂമിയിൽ അമ്മ നമ്മളെ ഗർഭം ധരിച്ചിരിക്കുന്നത്. അതായത് പാപത്തെ ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിച്ചു. ആകയാൽ നമ്മൾ അമ്മ പ്രസവിച്ചു എന്ന് പറയുന്നത് പാപത്തെയാണ്, ഇരുളിനെയാണ് പ്രസവിച്ചിരിക്കുന്നത്. ഈ ഇരുളിൽ വെളിച്ചമുണ്ടാകണമെങ്കിൽ നമുക്ക് ദൈവം സൗജന്യമായി രക്ഷ നൽകുന്നതല്ലാതെ ബാക്കിയെല്ലാം നമ്മൾ സൃഷ്ടിച്ചുണ്ടാക്കണം. ഹല്ലേലൂയ. നമ്മളെ വെളിച്ചത്തെ സൃഷ്ടിച്ചുണ്ടാക്കണം. വെളിച്ചത്തെ ഘട്ടം ഘട്ടമായി നമ്മളിൽ സൃഷ്ടിച്ചുണ്ടാക്കുമ്പോൾ നമ്മളിൽ ക്രിസ്തു സകലത്തിലും നമ്മുടെ തലയായവൻ്റെ തലയോളം വളരും. ക്രിസ്തു എന്ന സകലത്തിലും തലയോളം വളരുവാൻ ദൈവം ഇടയാക്കി തീർക്കും. ആകയാൽ എന്നെ കേൾക്കുന്ന പ്രിയരെ, വായിച്ച വചനത്തിലേക്ക് മടങ്ങി വരുന്നു. തിരുവെഴുത്ത് പറയുന്നു, നേരുള്ളവർക്ക് ഇരുട്ടിൽ വെളിച്ചമുദിക്കും. നമ്മൾ നേരുള്ളവരാണെങ്കിൽ, നമ്മളിൽ ദൈവഹിതപ്രകാരമുള്ള സ്നേഹം വസിക്കാനുള്ളവരാണെങ്കിൽ നമ്മളിൽ എന്തുണ്ടാകും? നമ്മളിൽ നാം ആകുന്ന ഇരുളിൽ വെളിച്ചം ജനനമെടുക്കേണ്ടതിന് വെളിച്ചം നമ്മളെ തക്ക സമയത്ത് വേർതിരിച്ച് യേശുക്രിസ്തുവിങ്കിലേക്കുള്ള അടിസ്ഥാനത്തിലേക്ക് നമ്മളെ കൊണ്ടുവന്ന് പാപബോധമുള്ളവരാക്കി നമുക്ക് മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് നമ്മെ കടത്തിവിട്ട് പത്രോസിൻ്റെ ഉപദേശപ്രകാരം സ്നാനപ്പെട്ട് വേർപെട്ട് വിശുദ്ധ ജീവൻ നയിപ്പാൻ തക്കവണ്ണമുള്ള വഴികൾ തുറന്ന് ദൈവം നമ്മളെ സഹായിക്കും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങളെ, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇതുവരെയും സ്നാനപ്പെടാത്തവരാരെങ്കിലും എൻ്റെ വാക്ക് കേൾക്കുന്നെങ്കിൽ, നിങ്ങളിലുള്ള ഇരുളിൽ വെളിച്ചം ജനിക്കേണ്ടതിന് പ്രിയരെ, നിങ്ങൾ കർത്താവിൻ്റെ സത്യോപദേശത്തിലേക്ക് മടങ്ങി വരുവാൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ഒരു പ്രാവശ്യം കൂടെ നിങ്ങളോട് പറയട്ടെ, നമ്മൾ ശരീര സംബന്ധിച്ച് ജനിച്ചിരിക്കുന്നത് പാപ സംബന്ധിച്ചാകിയാൽ ഇരുളായിട്ടാണ്. നമ്മൾ ഇരുളിൻ്റെ പുത്രന്മാരായിട്ടാണ് ഈ ഭൂമിയിൽ മനുഷ്യനായിട്ട് ജനിച്ചത്. ഇരുളിൻ്റെ പുത്രന്മാർക്ക് ഒരിക്കലും വെളിച്ചത്തിൻ്റെ രാജ്യത്തിലേക്ക് പ്രവേശനമില്ല. നമ്മളാകുന്ന നമ്മുടെ ഇരുളിൻ്റെ അടിസ്ഥാനം, ഏറ്റവും പ്രധാന സ്ഥലമെന്ന് പറയുന്നത് ഹൃദയമാണ്. സ്തോത്രം. നാം ഇരുളിൻ്റെ സന്തതിയായി അമ്മ നമ്മളെ പ്രസവിച്ച നമ്മളിലുള്ള ഇരുളിൻ്റെ കേന്ദ്രസ്ഥലം ഹൃദയമാണ്. ആ ഹൃദയത്തിലാണ് വെളിച്ചം ജനിക്കേണ്ടത്. വെളിച്ചം യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തു നമ്മളിൽ ജനിക്കണമെങ്കിൽ യേശുക്രിസ്തു നമ്മളിൽ പ്രവേശിക്കണം. അതാണ് പത്രോസിൻ്റെ ഉപദേശം പറയുന്നത്, നിങ്ങൾ മാനസാന്തരപ്പെട്ട നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി
ഓരോരുത്തൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ. എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ പേരെന്താണ്? യേശുക്രിസ്തു. യേശുക്രിസ്തു എന്ന പരിശുദ്ധാത്മാവെന്ന ദാനം, അതായത് യേശുക്രിസ്തു എന്ന ദാനം നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ എന്തുണ്ടാകും? വെളിച്ചം ജനനമെടുക്കും. നാം ആകുന്ന ഇരുളിൽ വെളിച്ചം പ്രകാശിക്കണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ യേശുക്രിസ്തു ജനിക്കണം. യേശുക്രിസ്തു ജനിക്കുവാൻ ഒരേ ഒരു ഉപദേശമേ ഉള്ളൂ, പത്രോസിൻ്റെ ഉപദേശം. എന്നെ കേൾക്കുന്ന യേശുക്രിസ്തുവിനത് സ്നാനപ്പെട്ടിട്ടില്ലാത്ത ഏതെങ്കിലും വ്യക്തി കേൾക്കുന്നെങ്കിൽ, സഹോദര, നിങ്ങളോട് ദൈവദാസന്മാർ പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽക്കാനാണ്. യേശുക്രിസ്തു എന്നത് മഹാദൈവത്തിൻ്റെ പേരാണ്. ഈ മഹാദൈവത്തിൻ്റെ പേരായ യേശുക്രിസ്തു എന്ന പേരിലാണ് പിശാചിൻ്റെ പ്രവർത്തികളെ ദൈവം അഴിക്കുന്നത്. ആകയാൽ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടാത്ത ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ ദൈവം വീണ്ടും ജനിക്കുന്നില്ല. താങ്കളിൽ വീണ്ടും ജനനം എന്ന് പറയുന്നത് ദൈവത്താൽ സംഭവിക്കേണ്ടതാണ്. ദൈവമാണ് ജനിക്കേണ്ടത്. വീണ്ടും ജനനങ്ങൾ താങ്കളുടെ ഹൃദയത്തിൽ സംഭവിക്കുന്നില്ല എങ്കിൽ താങ്കളിലുള്ള പിശാചിൻ്റെ പ്രവൃത്തിയാകുന്ന ഇരുളിനെ ദൈവം അഴിക്കുന്നില്ലെന്നതിൻ്റെ അർത്ഥം. ദൈവം അഴിക്കാത്തിടത്തോളം കാലം താങ്കൾക്ക് പ്രകാശത്തിൻ്റെ രാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയില്ല. പ്രകാശത്തിൻ്റെ രാജ്യമായ തേജസ്സിൻ്റെ രാജ്യമാണ് സ്വർഗരാജ്യം. ഈ സ്വർഗരാജ്യത്തിലേക്ക് താങ്കൾക്ക് പ്രവേശിക്കണമെങ്കിൽ താങ്കളിൽ വെളിച്ചം ജനിക്കണം. അത് കഴിഞ്ഞിട്ട് ജനിച്ച വെളിച്ചത്തിൽ നിങ്ങൾ നന്മയെ സൃഷ്ടിച്ചുണ്ടാക്കണം. അങ്ങനെ നിങ്ങൾ സകലത്തിൽ ക്രിസ്തു എന്ന തലയോളം വളരും. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് യേശുക്രിസ്തുവിൻ്റെ രാജ്യത്തിൽ പ്രവേശനം ലഭിക്കുകയുള്ളൂ. ആകയാൽ എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളെ, നിങ്ങൾ പ്രകാശത്തിൻ്റെ സാക്ഷിയായി തീരേണ്ടതിന്, ഇരുളിൽ വെളിച്ചം ഉദിക്കേണ്ടതിന് സർവശക്തൻ നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവമായ പരിശുദ്ധ പിതാവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ.